ഉപതെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന നിലമ്പൂരിൽ പരസ്യ പ്രചാരണം ഇന്ന് അവസാനിക്കും. വ്യാഴാഴ്ചയാണ് വോട്ടെടുപ്പ്. നിശബ്ദ പ്രചാരണത്തിന് മുന്നോടിയായുള്ള കലാശക്കൊട്ട് ഇന്ന് നടക്കും. വൈകിട്ട് 6 മണിക്കാണ് പരസ്യ പ്രചാരണം അവസാനിക്കുക. വിവരങ്ങളുമായി ഡി ബിനോയ് ചേരുന്നു. ബിനോയ്, ഉപതെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന നിലമ്പൂരിൽ പരസ്യ പ്രചാരണം ഇന്ന് അവസാനിക്കുകയാണ്. വ്യാഴാഴ്ചയാണ് വോട്ടെടുപ്പ്. കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന നിലമ്പൂരിൽ പരസ്യ പ്രചാരണം ഇന്ന് അവസാനിക്കും. വ്യാഴാഴ്ചയാണ് വോട്ടെടുപ്പ്. നിശബ്ദ പ്രചാരണത്തിന് മുന്നോടിയായുള്ള കലാശക്കൊട്ട് ഇന്ന് നടക്കും. വൈകിട്ട് 6 മണിക്കാണ് പരസ്യ പ്രചാരണം അവസാനിക്കുക. തീപാറുന്ന ആവേശമാണ് മുന്നണികൾ കാണിക്കുന്നത്. വിവരങ്ങളുമായി ഡി ബിനോയ് ചേരുന്നു. ബിനോയ്, വിശദാംശങ്ങൾ. സമയത്തിനുള്ളിൽ തന്നെ കൊട്ടിക്കലാശത്തിന്റെ ഉച്ചസ്ഥായിയിലേക്ക് നിലമ്പൂർ എത്തിച്ചേരുമെന്ന് നമുക്ക് പറയാൻ കഴിയും. ഏകദേശം 25 ദിവസം നീണ്ടുനിന്ന പ്രചരണ പരിപാടികൾക്ക് ഇന്ന് സമാപനം കുറിച്ചുകൊണ്ടാണ് കൊട്ടിക്കലാശത്തിലേക്ക് എത്തിച്ചേരുന്നത്. ദേശീയ രാഷ്ട്രീയം മുതൽ സംസ്ഥാന രാഷ്ട്രീയം മുതൽ ഒക്കെ ചർച്ച ചെയ്യപ്പെട്ട ഒരു തിരഞ്ഞെടുപ്പിലേക്കാണ് നിലമ്പൂർ പോകുന്നത് നമുക്ക് പറയാൻ കഴിയും. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ വലിയ തരത്തിൽ മുതിർന്ന നേതാക്കന്മാരെ നിലമ്പൂരിൽ എത്തിച്ചുകൊണ്ട് പ്രചരണ പരിപാടികൾ സംഘടിപ്പിക്കാനും ആളെ കൂട്ടാനും ഒക്കെ തന്നെ എല്ലാ മുന്നണികളും ഒപ്പം സ്വതന്ത്രനായ PV അൻവറുമൊക്കെ ശ്രമിച്ചത് നമ്മൾ കണ്ടിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ കൊട്ടിക്കലാശത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. കൊട്ടിക്കലാശം ഗംഭീരമാക്കാൻ 3 മുന്നണികളും വളരെ ഭംഗിയായി ശ്രദ്ധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നിലവിൽ ഇപ്പോഴത്തെ ഒരു കാഴ്ചയിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രത്യേകിച്ചും ആദ്യഘട്ടത്തിൽ അവിടേക്ക് എത്തിച്ചേർന്നത് NDA സ്ഥാനാർത്ഥിയുടെ ആളുകളായിരുന്നു. അവർ നിലമ്പൂരിൽ അവർക്ക് തന്നെ അനുവദിച്ചു കൊടുത്തിരിക്കുന്ന സ്ഥലം, അതായത് ഇന്നത്തെ കൊട്ടിക്കലാശവുമായി ബന്ധപ്പെട്ട അക്രമ സംഭവങ്ങൾ ഒഴിവാക്കുന്നതിൻ്റെ ഭാഗമായി മുന്നണികളുടെ നേതാക്കന്മാരുമായും മുന്നണികളുടെ പ്രവർത്തകരുമായും ഒട്ടൊക്കെ തന്നെ പോലീസും ജില്ലാ വരണാധികാരിയുമൊക്കെ ചർച്ച നടത്തിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോ മുന്നണികൾക്കായി വേർതിരിച്ച് നൽകിയിട്ടുണ്ട്. കാരണം കേരളം ഉറ്റുനോക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിലേക്കാണ് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ നിലമ്പൂരിൽ നടക്കുന്ന മത്സരം വളരെ ശ്രദ്ധയോടുകൂടി എല്ലാവരും വീക്ഷിക്കുന്നു എന്നൊരു സാഹചര്യത്തിൽ എത്ര തന്നെ ഗംഭീരമാക്കാൻ കഴിയുമോ അത്ര തന്നെ ഗംഭീരമാക്കുക എന്നുള്ളത് തന്നെയാണ് മുന്നണികളുടെ മുന്നിലുള്ള ഏറ്റവും വലിയ പ്രതിസന്ധി. അതിനുള്ള നീക്കങ്ങൾ അവർ നടത്തുന്നു. അതുതന്നെയാണ് നമുക്ക് ഇപ്പോൾ നിലമ്പൂരിൽ നിന്നും കാണാൻ കഴിയുന്നതും. പ്രത്യേകിച്ചും ആദ്യം എത്തിയത് NDAയുടെ ആളുകളായിരുന്നു. BJP പ്രവർത്തകരായിരുന്നു. BJP പ്രവർത്തകർ അവർക്ക് അനുവദിച്ച സ്ഥലത്തേക്ക് എത്തിച്ചേർന്ന് കഴിഞ്ഞിരിക്കുന്നു. ഒപ്പം ഇവിടെ ക്രമസമാധാന പാലനം കൂടി കണക്കിലെടുത്തുകൊണ്ട് ഏകദേശം 7 DYSPമാരുടെ നേതൃത്വത്തിൽ 700-ലധികം പോലീസുകാരെയാണ് നിലമ്പൂർ നഗരത്തിൽ മാത്രം വിന്യസിച്ചിരിക്കുന്നത്. ഇവരെ അഡീഷണലായി പ്രത്യേകിച്ച് അവരെ കൊണ്ടുവന്നതാണ്. ഇത് കൂടാതെ എല്ലാ സ്റ്റേഷനുകളിലും അത്തരം പോലീസുകാരുടെ സ്ട്രെങ്ത്തും അതുപോലെ തന്നെ നിലനിർത്തുകയും ചെയ്യും. ഒരു കാര്യം ഉറപ്പാണ്, എല്ലാ മുന്നണികളും നിലമ്പൂർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള പ്രവർത്തനം നടത്തി എന്നുള്ളതിൻ്റെ തെളിവാണ് ഇത്രയധികം പ്രവർത്തകരെ നിലമ്പൂർ നഗരത്തിലേക്ക് എത്തിക്കാൻ മുന്നണികൾക്ക് കഴിഞ്ഞത് എന്നുള്ളത് നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. പ്രത്യേകിച്ചും LDFനും UDFനും ഇത് അഭിമാന പോരാട്ടത്തിൻ്റെ നിമിഷങ്ങൾ തന്നെയാണ്. കാരണം വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ്, അതായത് 2026-ലും 2026 നടക്കുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പും ഒക്കെ തന്നെ രണ്ട് മുന്നണികൾക്കും വളരെയധികം പ്രാധാന്യം നൽകുന്നതാണ്. 2 മുന്നണികളും അത്തരം പ്രാധാന്യം അർഹിക്കുന്ന 2 തിരഞ്ഞെടുപ്പുകൾക്ക് മുന്നിലേക്ക് പോകുന്നതിന് തൊട്ട് മുന്നോടിയായി നടക്കുന്ന ഒരു സെമി ഫൈനൽ എന്ന് തന്നെയാണ് KPCC അധ്യക്ഷൻ കൂടിയായ സണ്ണി ജോസഫ് MLA പറഞ്ഞത്. അങ്ങനെ ഇതൊരു സെമി ഫൈനൽ പരീക്ഷണമായിട്ടാണ് എല്ലാ മുന്നണികളെയും നിലമ്പൂരിലെ ഈ ഉപതെരഞ്ഞെടുപ്പിനെ കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഈ കൊട്ടിക്കലാശം അതിഗംഭീരമാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ ഈ മുന്നണികൾ തന്നെ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ മൂന്ന് മുന്നണികളും SDPI ഉണ്ട്. PV അൻവർ കൊട്ടിക്കലാശത്തിൽ നിന്ന് പിന്മാറിക്കൊണ്ട് ഇന്ന് ഓരോ സ്ഥലങ്ങളിലെത്തി ആളുകളെ കാണാനും അവരോട് ഓട്ടഭ്യർത്ഥിക്കാനും വേണ്ടിയാണ് അൻവർ തീരുമാനിച്ചിരിക്കുന്നത്. അത്തരത്തിൽ അൻവറും ഇന്ന് കൊട്ടിക്കലാശത്തിനും പരസ്യ പ്രചാരണ പരിപാടികളിൽ നിന്നും ഒഴിഞ്ഞു മാറി നിൽക്കുന്നു. അതേസമയം NDAയും ഒപ്പം UDFും LDFുമാണ് കൊട്ടിക്കലാശം ഗംഭീരമാക്കുന്നതിന് വേണ്ടി രംഗത്ത് എത്തിച്ചേർന്നിരിക്കുന്നത്. നിലമ്പൂർ നഗരം ഇപ്പോൾ തന്നെ വലിയ തരത്തിലുള്ള
ജനാവലിയെ കൊണ്ട് നിറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. LDF-നെയും UDF-ലെയും NDA-യിലെയും പ്രവർത്തകരെ കൊണ്ട് നിറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഒപ്പം നേതാക്കന്മാരെല്ലാം തന്നെ അവിടെയുണ്ട്. നേരത്തെ തന്നെ നമ്മൾ കണ്ടതാണ്, ദൃശ്യങ്ങൾ കണ്ടതാണ്. കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിക്ക് ഈ കൊട്ടിക്കലാശ പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി വലിയ ഉയരത്തിലുള്ള ക്രെയിൻ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളാണ് നിലമ്പൂർ നഗരത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. അതിൽ തന്നെ വലിയൊരു ചിഹ്നമൊക്കെ കെട്ടിത്തൂക്കിയിട്ടിരിക്കുന്നു. അത്തരത്തിൽ വളരെ വിചിത്രമായ വ്യത്യസ്തമായ പ്രചരണ പരിപാടികൾ സംഘടിപ്പിക്കാൻ തന്നെയാണ് കോൺഗ്രസിൻ്റെയും LDF-ൻ്റെയും BJP-യുടെയും ഒക്കെ തീരുമാനം. ആദ്യഘട്ടത്തിലുള്ള നീക്കമെന്ന നിലയ്ക്ക് ഇപ്പോൾ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി എങ്ങനെയാണ് അവിടെ എത്തിച്ചേരാൻ പോകുന്നത്, കൊട്ടിക്കലാശത്തിൽ ഏത് രീതിയിൽ പങ്കെടുക്കും എന്നുള്ള കാര്യങ്ങൾ തെളിയിച്ചുകൊണ്ട് ഒരു ക്രെയിൻ എത്തിച്ചു കഴിഞ്ഞിരിക്കുന്നു. അല്പസമയത്തിൽ തന്നെ CPM-ൻ്റെ സ്ഥാനാർത്ഥി കൂടി എത്തിച്ചേരും. കാരണം ഇന്ന് രാവിലെ മുതൽ തന്നെ സ്ഥാനാർത്ഥികൾ റോഡ് ഷോയ്ക്കാണ് പരമാവധി പരിഗണന നൽകിയിരുന്നത്. വഴിക്കട മുതൽ നിലമ്പൂർ വരെയുള്ള പ്രദേശങ്ങളിൽ LDF സ്ഥാനാർത്ഥി M. സ്വരാജ് ആളെ കൂട്ടിക്കൊണ്ടുള്ള വലിയ തരത്തിലുള്ള റോഡ് ഷോ സംഘടിപ്പിച്ചിരുന്നു. UDF സ്ഥാനാർത്ഥിയും അത്തരത്തിൽ റോഡ് ഷോ സംഘടിപ്പിച്ചുകൊണ്ട് തന്നെയാണ് നിലമ്പൂരിലേക്ക് എത്തിച്ചേരാൻ പോകുന്നത്. BJP ആകട്ടെ ആ മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു പ്രവർത്തനം. അങ്ങനെ മൂന്ന് മുന്നണികളും അവരുടെ ക്രിയാത്മകമായ പ്രവർത്തനവും ഒപ്പം തന്നെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളും എല്ലാം നടത്തിയതിനു ശേഷം ഇനി കൊട്ടിക്കലാശത്തിൻ്റെ മണിക്കൂറുകളിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ അതിൻ്റെ ഉച്ചസ്ഥായിലേക്ക് എത്തിച്ചേരും എന്നും നമുക്കത് പറയാൻ കഴിയും. കാരണം ഇത്തരത്തിൽ ഈ ഉപതെരഞ്ഞെടുപ്പുകൾ വരുമ്പോഴൊക്കെ തന്നെ കേരളം ശ്രദ്ധിക്കപ്പെടുന്നത്, അല്ലെങ്കിൽ കേരളം അതിനെക്കുറിച്ച് വിലയിരുത്തപ്പെടുന്നത് ഏറ്റവും കൂടുതൽ ഭംഗിയായി മോടിയായി ആരാണ് കൊട്ടിക്കലാശം പരിപാടിയിൽ പങ്കെടുക്കുന്നത്, അവർക്കൊരു വിജയസാധ്യത എന്നൊക്കെ പറഞ്ഞു വെക്കുന്നുണ്ടെങ്കിൽ പോലും ഇവിടെ നമ്മൾ നിലമ്പൂരിൽ കാണേണ്ട ഏറ്റവും എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, നിലമ്പൂരിലെ സംബന്ധിച്ചിടത്തോളം ആളെ കൂട്ടിയുള്ള പ്രചരണ പരിപാടികളായിരുന്നു എല്ലാ പാർട്ടികളും സംഘടിപ്പിച്ചത്. UDF ആയാലും LDF ആയാലും BJP ആയാലും അത്തരത്തിൽ പരമാവധി അണികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് റോഡ് ഷോകൾ സംഘടിപ്പിച്ചും ഒപ്പം ഈ സമ്മേളനങ്ങൾ അല്ലെങ്കിൽ പ്രചരണ പരിപാടികൾക്ക് വേണ്ടിയുള്ള സമ്മേളനങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ടും കവല ചടങ്ങുകൾ സംഘടിപ്പിച്ചുകൊണ്ടും ഒക്കെ മുന്നോട്ട് പോകാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഈ മുന്നണികളുടെ എല്ലാം നേട്ടം. കഴിഞ്ഞ ഞായറാഴ്ച ദൃശ്യമാധ്യമങ്ങളിലൊക്കെ തന്നെ വളരെ ശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു ഞായറാഴ്ചയെ മാറപ്പെട്ടു. അതുകൊണ്ട് തന്നെയാണ് ആ ഞായറാഴ്ചയെ സൂപ്പർ സൺഡേ എന്ന് പോലും പലരും അതിനെക്കുറിച്ച് പറയുകയും ചെയ്തത്. കാരണം നിലമ്പൂരിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയധികം നേതാക്കന്മാർ ഒരു നിയമസഭാ മണ്ഡലത്തിലേക്ക് എത്തിച്ചേരപ്പെടുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. AICC നേതാക്കന്മാർ, ഒപ്പം തന്നെ CPM-ൻ്റെ നേതാക്കന്മാർ, അങ്ങനെ തുടങ്ങി CPM-ൻ്റെ ദേശീയ സെക്രട്ടറി, മുഖ്യമന്ത്രി തുടങ്ങിയ നിരവധിയായ ആളുകൾ അവിടെ എത്തിച്ചേർന്നിരിക്കുന്നു. അങ്ങനെ ഈ തിരഞ്ഞെടുപ്പിനെ എത്ര കണ്ട് അങ്ങേയറ്റം അതിൻ്റെ പരമാവധി ആളുകളിൽ നിന്ന് എങ്ങനെയൊക്കെ വോട്ട് പിടിക്കാൻ കഴിയുമോ അത്തരത്തിലുള്ള വലിയ തരത്തിലുള്ള നീക്കങ്ങൾ നടത്താൻ എല്ലാ മുന്നണികളും അവർ പരമാവധി ശ്രദ്ധിച്ചു എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. പ്രത്യേകിച്ചും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ പ്രിയങ്ക ഗാന്ധിയെ എത്തിച്ചപ്പോൾ കോരിച്ചൊരിയുന്ന മഴയായിരുന്നെങ്കിൽ പോലും അവിടേക്ക് വലിയ തരത്തിൽ ആളുകളെ ആ പരിപാടിയിൽ പങ്കെടുപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് അവരുടെ ഒരു വിജയസൂചനയായി UDF വിലയിരുത്തുമ്പോൾ, മുഖ്യമന്ത്രി പങ്കെടുത്ത യോഗങ്ങളിൽ തടിച്ചുകൂടിയ ജനാവലി LDF-ൻ്റെ വിജയസൂചനയായി കണക്കാക്കപ്പെടുന്നു. അങ്ങനെ താരപ്രചാരകരെ തന്നെ രംഗത്തിറക്കിക്കൊണ്ട് മുന്നണികൾ നടത്തിയ വലിയ തരത്തിലുള്ള പ്രചാരണ പരിപാടികൾക്ക് സമാപനം കുറിക്കുന്ന ഒരു മണിക്കൂറുകളിലേക്കാണ് ഇപ്പോൾ എത്തിച്ചേരാൻ പോകുന്നത്. പ്രത്യേകിച്ചും നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം മലയോര മേഖലയാണ്, മലയോര പ്രദേശമാണ്, മലയോര കർഷകരുള്ള സ്ഥലമാണ്. പലപ്പോഴും പ്രകൃതിയുടെ അല്ലെങ്കിൽ പ്രകൃതിക്ഷോഭം മൂലം വളരെയധികം നാശനഷ്ടങ്ങളുണ്ടായ പഞ്ചായത്തുകളുള്ള ഒരു പ്രദേശം കൂടിയാണ് നിലമ്പൂർ. ഈ പ്രദേശങ്ങളിലെ ഓരോ വിഷമങ്ങളും ഓരോ പ്രതിസന്ധികളും ഓരോ പ്രശ്നങ്ങളും എടുത്തു പറഞ്ഞുകൊണ്ട് നേതാക്കന്മാർ പ്രചരണ പരിപാടിയിൽ പങ്കെടുക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തത് നമ്മൾ കണ്ടതാണ്. അത്തരത്തിൽ വലിയ തരത്തിലുള്ള പ്രചരണ പരിപാടികൾക്ക് നേതൃത്വം നൽകുവാൻ എല്ലാ മുന്നണികളും ശ്രദ്ധിച്ചു എന്നുള്ളതും എടുത്തു പറയേണ്ട കാര്യമാണ്. എന്തായാലും എല്ലാവരും വിജയം പ്രതീക്ഷിക്കുന്നുണ്ട് എങ്കിൽ പോലും ആ വിജയം എത്ര കണ്ട് ആർക്കൊപ്പം നിൽക്കും എന്നുള്ളത് തീരുമാനിക്കേണ്ടത് അവിടുത്തെ വോട്ടർമാരാണ്. ആ വോട്ടർമാരെ സ്വാധീനിക്കാൻ എല്ലാ മുന്നണികളും പരമാവധി ശ്രദ്ധിച്ചു. അതായത് ഒരു പക്ഷേ മുഴുവൻ മന്ത്രിമാരെയും അവിടെ എത്തിക്കുവാൻ, നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ എത്തിക്കുവാൻ LDF ശ്രദ്ധിച്ചപ്പോൾ മുഴുവൻ MLA-മാരെയും പ്രത്യേകിച്ചും യുവ MLA-മാരുടെ ഒരു സ്ക്വാഡിന് തന്നെ രൂപം നൽകിക്കൊണ്ട് ചാണ്ടി ഉമ്മനും ഒപ്പം തന്നെ MP ആയ ഷാഫി പറമ്പിൽ,
അങ്ങനെ തുടങ്ങി നിരവധിയായ നേതാക്കന്മാരെയും MLA-മാരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് MLA-മാരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ആളുകൾക്കിടയിലേക്ക് വലിയ തരത്തിലുള്ള പ്രചരണ പരിപാടികൾ നടത്താൻ UDF-ഉം ശ്രദ്ധിച്ചു. അതേസമയം NDA ആകട്ടെ അവരുടെ സംസ്ഥാന അധ്യക്ഷൻ ആയ രാജീവ് ചന്ദ്രശേഖരനെ പങ്കെടുപ്പിച്ചുകൊണ്ടും അതുപോലെ തന്നെ പരമാവധി സംസ്ഥാന നേതാക്കന്മാരെ പങ്കെടുപ്പിച്ചുകൊണ്ടുമുള്ള പ്രചരണ പരിപാടികൾക്കാണ് അവർ രൂപം നൽകിയത്. അങ്ങനെ ഇത്തരത്തിൽ 3 മുന്നണികളും വലിയ തരത്തിൽ പ്രചരണ പരിപാടികളുമായി മുന്നോട്ട് പോകുമ്പോൾ PV അൻവർ, അതായത് നിലമ്പൂരിൽ നിന്നും രാജിവെച്ചൊഴിഞ്ഞ് ഈ തെരഞ്ഞെടുപ്പിന് കാരണക്കാരനായ PV അൻവർ ആകട്ടെ അവരുടെ പാർട്ടി തൃണമൂൽ കോൺഗ്രസിൻ്റെ എംപിയും നേതാവുമായ യൂസഫ് പത്താനെ, മുൻ ക്രിക്കറ്റ് താരം യൂസഫ് പത്താനെ അവിടെ എത്തിച്ചുകൊണ്ട് കുട്ടികൾക്കൊപ്പം ക്രിക്കറ്റ് കളിപ്പിച്ചുകൊണ്ട് അങ്ങനെ പ്രചാരണത്തിൻ്റെ ഒരു വ്യത്യസ്തത വരുത്തിക്കൊണ്ട് എല്ലാവരും വ്യത്യസ്തമായ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു തെരഞ്ഞെടുപ്പായി നമുക്കിതിനെ വിലയിരുത്താൻ കഴിയും. കാരണം എല്ലാവരുടെയും അഭിമാന പോരാട്ടമാണ് നിലമ്പൂരിലെ വിജയം. അത്തരത്തിൽ ഒരു വിജയം നേടുക എന്നുള്ളത് LDF-ഉം UDF-ഉം BJP-യും PV അൻവറും എല്ലാം രംഗത്ത് നിൽക്കുമ്പോൾ ഇവിടെ എല്ലാവർക്കും ആർക്കാണ് PV അൻവർ വഴിമുടക്കിയായി മാറപ്പെടുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമായി ഇപ്പോഴും PV അൻവർ നിലകൊള്ളുന്നു എന്നുള്ളതാണ് രാഷ്ട്രീയ വിദഗ്ധരുടെ വിലയിരുത്തൽ. കാരണം PV അൻവർ കഴിഞ്ഞ പ്രാവശ്യം 2700 വോട്ടുകൾക്കാണ് അവിടെ നിന്ന് വിജയിക്കുന്നത്. അത്തരത്തിൽ ഒരു വിജയം കഴിഞ്ഞ 11,000-ൽ ചില്ലുവാന വോട്ടിനാണ് അദ്ദേഹം കഴിഞ്ഞ പ്രാവശ്യം വിജയിച്ചതെങ്കിൽ 2016 വിജയിച്ചെങ്കിൽ 2021 എത്തിയപ്പോഴേക്കും ഭൂരിപക്ഷം 2700 കുറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. അന്ന് ആരുടെ വോട്ടാണ് PV അൻവറിന് അനുകൂലമായി പോയത്, അല്ലെങ്കിൽ VV പ്രകാശിനെ പരാജയത്തിലേക്ക് നയിച്ചത് ഏത് തരത്തിലുള്ള വോട്ടുകളാണ് എന്നുള്ളത് ചിന്തിക്കപ്പെടും. അത് ആരുടെ ഭാഗത്തുണ്ടായ വീഴ്ചയാണ് എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കാൻ കൂടി കഴിയുന്ന ഒരു അവസരം കൂടിയാണ് ഈ ഉപതെരഞ്ഞെടുപ്പെന്ന് പറഞ്ഞു വയ്ക്കാം. മാത്രവുമല്ല, കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ LDF-ഉം UDF-ഉം ഒരുപോലെ തന്നെ നിലമ്പൂരിനെ ചൊല്ലി അവകാശവാദം ഉന്നയിക്കുന്ന ഒരു നിയമസഭാ മണ്ഡലം കൂടിയാണ്. നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആ 7 പഞ്ചായത്തുകളും ഒരു മുനിസിപ്പാലിറ്റിയും പലപ്പോഴും മാറിയും മറിഞ്ഞുമൊക്കെ പലതരത്തിൽ പല വിധത്തിൽ ചിന്തിക്കുന്ന ഒരു രീതിയാണ് നിലമ്പൂരിനുള്ളത്. ആര് ആർക്കൊപ്പം, അല്ലെങ്കിൽ ഏത് പഞ്ചായത്ത് ആർക്കൊപ്പം എന്നൊന്നും ഒരിക്കലും നമുക്ക് തീർത്തും വിധി പറയാൻ കഴിയാത്ത ഒരു സാഹചര്യം നിലമ്പൂരിൽ നിലനിൽപ്പുണ്ട്. പക്ഷേ കഴിഞ്ഞ വർഷത്തെ മത്സരം, അല്ലെങ്കിൽ 2021 നടന്ന തെരഞ്ഞെടുപ്പിൽ വലിയ തരത്തിലുള്ള ഒരു മത്സരം കാഴ്ചവെക്കുവാൻ UDF-ന് കഴിഞ്ഞു എന്നുള്ളതാണ് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം. കാരണം അവരെ 2 പഞ്ചായത്തുകൾ, അതായത് ചുങ്കത്തറയും ഒപ്പം മൂത്തേടം, ഈ 2 പഞ്ചായത്തുകൾ അന്ന് പിടിച്ചെടുത്തു. അല്ലെങ്കിൽ പഞ്ചായത്തുകളിൽ UDF-ന് മേൽക്കൈ നേടാൻ കഴിഞ്ഞു. ആ നേട്ടം ബാക്കിയുള്ള പഞ്ചായത്തുകളിൽ ഇത്തവണ ഉണ്ടാക്കാൻ കഴിയും എന്നുള്ള ഒരു പ്രതീക്ഷ UDF നേതാക്കന്മാർ പങ്കുവെക്കുന്നു. അന്നുണ്ടായിരുന്ന ഒരു രീതിയല്ല ഇപ്പോഴത്തേക്ക്. കൃത്യമായി ഭരണവിരുദ്ധ വികാരം ജനങ്ങൾക്കിടയിൽ വലിയ തരത്തിൽ അലയടിക്കുന്നുണ്ട്. ആ അലകൾ വോട്ടായി മാറപ്പെടുമെന്നുള്ളൊരു പ്രതീക്ഷ UDF നേതാക്കന്മാർ പങ്കുവയ്ക്കുമ്പോൾ അതിനെല്ലാം വ്യത്യസ്തമായി കഴിഞ്ഞ 9 വർഷമായി സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന വിവിധ പദ്ധതികൾ, പാർപ്പിടമില്ലാത്തവർക്ക് വീട്, പ്രത്യേകിച്ച് മലയോര മേഖലയിലെ ആളുകൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത് പട്ടയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ്. അത്തരം പട്ടയമില്ലാത്ത ആളുകൾക്ക് പട്ടയം നൽകാൻ കഴിയുന്നത്, അങ്ങനെ തുടങ്ങി വലിയ തരത്തിലുള്ള ജനോപകാരപ്രദമായ പദ്ധതികൾക്ക് രൂപം നൽകി ആ പദ്ധതികൾ ഓരോന്നോരോന്ന് എടുത്തു കാട്ടിക്കൊണ്ട് നടത്തിയ LDF-ന്റെ പ്രചരണ പരിപാടികൾ വിജയം വരിക്കും. അത്തരത്തിൽ സ്വരാജിന് നിയമസഭയിലേക്ക് എത്താൻ അത് എളുപ്പ വഴിയാകും എന്നൊക്കെയുള്ള സൂചനകൾ LDF-ഉം നൽകുന്നുണ്ട്. അങ്ങനെ LDF-ഉം UDF-ഉം കൃത്യമായി അവകാശവാദങ്ങൾ ഉന്നയിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലമ്പൂരിലുള്ളത്. അജ്ന, ഈ മുന്നണികൾ ഈ കലാശക്കൊട്ടിലൂടെ ശക്തി കാട്ടുമ്പോൾ ജനവികാരം എപ്രകാരമാണ്? ജനം ഓൾറെഡി വിധി കണ്ടെത്തിയിട്ടുണ്ടാവും. ഇത്തരത്തിൽ വാദപ്രതിവാദങ്ങളും മറുപടികളും പറയുമ്പോഴും ജനത്തിന്റെ വികാരം എപ്രകാരമാണ്? നമ്മൾ മനസ്സിലാക്കേണ്ടത്, നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം നിലമ്പൂർ പലപ്പോഴും പല രീതിയിൽ പലരെയും പിന്തുണച്ച, പല മുന്നണികളെയും പിന്തുണച്ച ഒരു ചരിത്രമാണ് നിലമ്പൂരിനുള്ളത്. കാരണം അവിടെ ജയിച്ച് വന്നിട്ടുള്ള നേതാക്കന്മാരുടെ കണക്ക് പരിശോധിച്ചാലും, അവരുടെ ഭൂരിപക്ഷം പരിശോധിച്ചാലും, അവരുടെ പ്രവർത്തന ശൈലികൾ പരിശോധിച്ചാലും ഒക്കെ തന്നെ അത് നമുക്ക് കണക്കുകളിൽ നിന്ന് വ്യക്തമാക്കാൻ കഴിയും. കാരണം സമീപകാലങ്ങളിൽ ചർച്ച ചെയ്യപ്പെട്ട എല്ലാ ഒട്ടുമിക്ക വിഷയങ്ങളും നിലമ്പൂരിലെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രചരണ വേളയിൽ ചർച്ച ചെയ്യപ്പെട്ടു എന്നുള്ളതാണ്
ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ദേശീയ രാഷ്ട്രീയം മുതൽ സംസ്ഥാന രാഷ്ട്രീയം, അതായത് അന്തർദേശീയ രാഷ്ട്രീയം വരെ ഇവിടേക്ക് അന്താരാഷ്ട്ര വിഷയം വരെ ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇസ്രായേലും ഇറാനും തമ്മിലുള്ള അക്രമങ്ങൾ, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള അക്രമ സംഭവങ്ങൾ, അല്ലെങ്കിൽ യുദ്ധസമാനമായ ഒരു അന്തരീക്ഷം, ഇതൊക്കെ തന്നെ വലിയ തരത്തിൽ അവിടെ ചർച്ച ചെയ്യുന്നൊരു അവസരമൊരുക്കാൻ LDF ശ്രമിച്ചു എന്നുള്ളതാണ് നമ്മൾ എടുത്തു പറയേണ്ടത്. പ്രത്യേകിച്ചും മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ ആ വിഷയങ്ങൾ അവിടെ ഊന്നിപ്പറഞ്ഞ് സംസാരിക്കുകയും ചെയ്തു. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് കേവലം ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള രാഷ്ട്രീയം, ഒരു മണ്ഡലത്തിൽ ഒതുങ്ങുന്ന രാഷ്ട്രീയത്തിന് അപ്പുറത്തേക്ക് ദേശീയ തലത്തിലുള്ള രാഷ്ട്രീയവും സംസ്ഥാന തലത്തിലുള്ള രാഷ്ട്രീയവും അതിനപ്പുറത്തേക്ക് ഈ നിലമ്പൂരിൻ്റെ രാഷ്ട്രീയവും ഇതെല്ലാം കൂടെ ചേർത്ത് ചർച്ച ചെയ്യപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പായിരുന്നു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ജനങ്ങൾ ആർക്കൊപ്പം എന്നുള്ളതാണ്. ഇവിടെ സ്വാഭാവികമായും ഇതിനിടയിലാണ് ഒരു 10ാം ക്ലാസ് വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ചതും ആ സംഭവവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന വാദപ്രതിവാദങ്ങൾ 2 ദിവസം കത്തി നിന്നെങ്കിലും പിന്നീട് അത് മന്ദഗതിയിലേക്ക് പോയി. അപ്പോൾ ഇവിടെ കുടിയേറ്റ കർഷകരുണ്ട്, മലയോര മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരുണ്ട്, മലയോര മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന നിരവധിയായ കർഷകരുണ്ട്, കർഷക തൊഴിലാളികളുണ്ട്, സാധാരണക്കാരുണ്ട്, പ്രവാസികളുണ്ട്. അങ്ങനെ എല്ലാം ഇടകലർന്നുള്ള എല്ലാ തരത്തിലുള്ള ജീവിതവും നയിക്കുന്നവർ ഇടകലർന്നുള്ള ഒരു മണ്ഡലം, നിയമസഭാ മണ്ഡലമാണ് നിലമ്പൂർ എന്ന് പറയുന്നത്. ആ നിലമ്പൂരിലേക്ക് ഒരു തെരഞ്ഞെടുപ്പ് എത്തിച്ചേരുമ്പോൾ, കേരളത്തിലെ എല്ലാ ആളുകളും ശ്രദ്ധിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് എത്തിച്ചേരുമ്പോൾ അത് വലിയ തരത്തിൽ ചർച്ച ചെയ്യപ്പെടും. എന്നാൽ നിലമ്പൂരിൽ ചർച്ച ചെയ്യപ്പെട്ട രാഷ്ട്രീയം ദേശീയത്തിനും അപ്പുറം അന്താരാഷ്ട്ര വിഷയങ്ങൾ വരെ ചർച്ച ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. ചില സമുദായങ്ങളെ ഒപ്പം നിർത്താൻ, ചില സമുദായങ്ങളെ നിന്നും അകന്നു നിൽക്കാനൊക്കെ ശ്രമിക്കുന്ന ചില നീക്കങ്ങൾ നമ്മളിവിടെ കണ്ടതാണ്. പ്രത്യേകിച്ചും ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന പാർട്ടിയെ അല്ലെങ്കിൽ സംഘടനയെ ഉൾപ്പെടുത്തുന്നതിനെതിരെയും ഉൾപ്പെടുത്തിയതിനും ഒക്കെ തന്നെ വലിയ തരത്തിലുള്ള ചർച്ചകളുണ്ടായി. ഒരു പക്ഷേ ജമാഅത്തെ ഇസ്ലാമിയുടെ അല്ലെങ്കിൽ പിന്തുണ UDF എല്ലാ അർത്ഥത്തിലും സ്വീകരിക്കാൻ തയ്യാറായപ്പോൾ UDFിനകത്ത് നിന്ന് തന്നെ വലിയ തരത്തിലുള്ള അല്ലെങ്കിൽ പോലും ചില അപസ്വരങ്ങൾ പലപ്പോഴായി ഉയർന്നു വന്നിരുന്നു. LDF ആകട്ടെ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ UDF സ്വീകരിച്ചുകൊണ്ട് തന്നെ അതൊരു മുഖ്യ പ്രചരണ വിഷയമാക്കി മാറ്റി ജമാഅത്തെ ഇസ്ലാമിയെ വലിയ തരത്തിൽ വർഗീയവൽക്കരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സമീപനം സ്വീകരിച്ചപ്പോൾ UDF ആകട്ടെ ജമാഅത്തെ ഇസ്ലാമിനെ മഹത്വവൽക്കരിക്കപ്പെട്ടില്ല. പകരം അവിടെ ജനാധിപത്യപരമായി ചിന്തിച്ചു തുടങ്ങുന്ന ഒരു പാർട്ടിയായി ജമാഅത്തെ ഇസ്ലാമി മാറപ്പെട്ടിരിക്കുന്നു. അവരുടെ പഴയ നിലപാടിൽ നിന്ന് മാറ്റം വരുത്തിയിരിക്കുന്നു എന്നാണ് പ്രതിപക്ഷ നേതാവ് അന്ന് പറഞ്ഞത്. അത്തരത്തിൽ വരുന്ന മുന്നണികളെ അല്ലെങ്കിൽ പാർട്ടിക്കൊപ്പം ചേരാൻ തയ്യാറെടുക്കുന്ന മത സാമുദായിക ശക്തികളെ ഒപ്പം നിർത്തിക്കൊണ്ട് അവരുടെ വോട്ടുകൾ കൂടി ഒപ്പം നിർത്തുവാൻ, അല്ലെങ്കിൽ അവരുടെ വോട്ടുകൾ കൂടി ലഭ്യമാകുന്ന തരത്തിലുള്ളൊരു പ്രവർത്തനം നടത്തുവാൻ ഇരു മുന്നണികളും ശ്രമിച്ചു. ഇത്തരത്തിലുള്ള ആ ശ്രമങ്ങൾ എത്ര കണ്ട് വിജയപ്രദമാകും, അത് ആർക്കെങ്കിലും ദോഷം ചെയ്യുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ വരും ദിവസങ്ങളിൽ തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ മാത്രമേ നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ. ഇവിടെ ജമാഅത്തെ ഇസ്ലാമി അല്ലെങ്കിൽ വെൽഫെയർ പാർട്ടി, അതല്ലെങ്കിൽ SDPI, ഇവരൊക്കെ തന്നെ വലിയ തരത്തിൽ വോട്ട് പിടിച്ചു മാറ്റാൻ നിലമ്പൂരിൽ കഴിയില്ല എങ്കിൽ പോലും ഇവർ പിടിച്ചെടുക്കുന്ന, അല്ലെങ്കിൽ ഇവർ സംഭാവന ചെയ്യുന്ന, ഇവർ പിന്തുണയ്ക്കുന്ന ചെറിയ തോതിലുള്ള വോട്ടുകളെങ്കിൽ പോലും അത് വലിയ തരത്തിലുള്ള സഹായമായി എല്ലാ മുന്നണികൾക്കും മാറപ്പെടും എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. നിലമ്പൂരിനെ സംബന്ധിച്ചോളം നിലമ്പൂരിൻ്റെ രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെടുമ്പോൾ, നിലമ്പൂരിൻ്റെ വിഷയങ്ങൾ എടുത്തു പറയുമ്പോൾ നിലമ്പൂരിൻ്റെ മുന്നിലേക്കുള്ള പ്രശ്നങ്ങൾ ചെറുതല്ല. കാരണം അവിടെ കവളപ്പാറയിൽ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലുണ്ടായ, പോത്തുകൽ പഞ്ചായത്തിലുണ്ടായ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട ആളുകൾ, ആദിവാസി മേഖലയുമായി ബന്ധപ്പെട്ട ആളുകൾ, വീട് നഷ്ടപ്പെട്ടവർ, ഇവരുടെ പ്രശ്നങ്ങളൊക്കെ തന്നെ ഇപ്പോഴും സങ്കീർണമായി ഉയർന്നു നിൽക്കുന്നൊരു സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട്. അത്തരത്തിൽ സങ്കീർണമായ പ്രശ്നങ്ങൾ കൂടി നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോഴേക്കും ആ വിഷയത്തെ കൃത്യമായി പ്രതിഫലിപ്പിക്കാനും ആ വിഷയത്തെ കൃത്യമായി ഉയർത്തി കാണിക്കാനും UDF ശ്രമിച്ചിരുന്നു. എന്നാൽ അതിനെ തടയിടുന്ന തരത്തിൽ ലൈഫ് പദ്ധതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ടും ആ നേട്ടങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടും മുന്നോട്ട് പോകാൻ LDF നടത്തിയ ശ്രമങ്ങളും വലിയ തരത്തിൽ വിജയം കണ്ടു എന്ന് തന്നെയാണ് LDF നേതാക്കന്മാരും പറയുന്നത്. അപ്പോൾ നമുക്ക് കൃത്യമായി പറയുകയാണെങ്കിൽ ഇവിടുത്തെ ഒരു രാഷ്ട്രീയം വായിച്ചു നോക്കുമ്പോൾ ആരെ പിന്തുണയ്ക്കും നിലമ്പൂർ എന്നുള്ള കാര്യത്തിൽ ഒരു അവ്യക്തത നിലനിൽക്കും. എന്നാൽ ഇവിടെ ഒരു ഫാക്ടറായി എപ്പോഴും നിലനിൽക്കുന്നത് PV അൻവർ എന്ന് പറയുന്ന ശക്തിയാണ്. കാരണം അദ്ദേഹം 2700 വോട്ടുകൾക്കാണ് കഴിഞ്ഞ പ്രാവശ്യം വിജയിച്ചെങ്കിൽ പോലും ആ വോട്ടുകൾ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷമായി ലഭിച്ച വോട്ടുകളും അല്ലാതെ കിട്ടിയ വോട്ടുകളും എവിടെ നിന്നാണ്? ആ വോട്ടുകൾ ഈ തവണ എങ്ങോട്ടേക്ക് പോകപ്പെടും? അതായത് സ്വതന്ത്രമായി ചിന്തിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ രാഷ്ട്രീയത്തിന് അപ്പുറത്തേക്ക് PV അൻവറിനെ പിന്തുണച്ചുകൊണ്ട് രംഗത്തെത്തിയ ആളുകൾ, ഇവരുടെ വോട്ടുകൾ എങ്ങോട്ടേക്കാണ് പോകുന്നത്? ആ വോട്ടുകളുടെ പ്രാധാന്യം എത്ര കണ്ട് വലുതാണ്? അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുമ്പോഴാണ് PV അൻവറിന് അനുകൂലമായി കിട്ടുന്ന, അല്ലെങ്കിൽ അനുകൂലമായി കിട്ടിക്കൊണ്ടിരുന്ന വോട്ടുകൾ ആർക്കാണോ ലഭ്യമാകുന്നത് അവർക്കുള്ള വിജയസാധ്യത നമുക്ക് തള്ളിക്കളയാനാകില്ല. അതേസമയം ഏതെങ്കിലും ഒരു മുന്നണിക്ക് അനുകൂലമായി
ലഭിച്ചുകൊണ്ടിരുന്ന വോട്ടാണ് കഴിഞ്ഞ പ്രാവശ്യം PV അൻവറിന് അനുകൂലമായി ലഭിച്ചതെങ്കിൽ ആ വോട്ട് അതേപടി PV അൻവർ നിലനിർത്തുകയാണെന്നുണ്ടെങ്കിൽ ആ മുന്നണിക്ക് ഒരു പക്ഷേ ഇത്തവണ വലിയ തരത്തിലുള്ള വിജയം ആഘോഷിക്കാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ടാകും. അങ്ങനെ ഒരു വഴിമുടക്കിയുടെ സ്വഭാവമായി തന്നെ PV അൻവർ ഈ തെരഞ്ഞെടുപ്പിൽ നിൽക്കുന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായി നമുക്ക് എടുത്തു പറയേണ്ട കാര്യം. അതേസമയം BJP ആകട്ടെ തുടക്കത്തിൽ മുതൽ തന്നെ അവർക്ക് ഒരു ആശയക്കുഴപ്പമുണ്ടായിരുന്നു. BJP മത്സരിക്കണോ അതോ NDAയുടെ ഘടകകക്ഷിയായ BDJS മത്സരിക്കണമെന്ന്. BDJS നേരത്തെ ഒരു പ്രാവശ്യം അവിടെ മത്സരിച്ചതായിരുന്നു. ഏകദേശം 12,000-ലധികം വോട്ട് അവിടെ നിന്ന് ലഭ്യമാവുകയും ചെയ്തിരുന്നു. അത്തരത്തിൽ BDJSനെ മത്സരിപ്പിച്ചുകൊണ്ട് BJP തൽക്കാലം പിന്മാറുക എന്ന ഒരു നടപടിക്രമം സ്വീകരിച്ചെങ്കിൽ പോലും BDJS ഒരു അനുകൂലമായ നിലപാട് പലപ്പോഴും തയ്യാറായില്ല. പകരം BJP സ്ഥാനാർത്ഥി എന്ന് പറയുമ്പോൾ സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെ തലേ ദിവസം തന്നെ മോഹൻ ജോൺ എന്ന് പറയുന്ന ഒരു കേരള കോൺഗ്രസ് പ്രവർത്തകനെ അവിടെ കണ്ടെത്തപ്പെടുന്നു. ആ കേരള കോൺഗ്രസ് പ്രവർത്തകന് പിന്നീട് ഉച്ചയോടുകൂടി തന്നെ BJPയുടെ മെമ്പർഷിപ്പ് നൽകുന്നു, അംഗത്വം നൽകുന്നു. ആ അംഗത്വത്തിൻ്റെ പിൻബലത്തിൽ അടുത്ത ദിവസം അദ്ദേഹം പത്രിക സമർപ്പിക്കുന്നു. അങ്ങനെ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ രാഷ്ട്രീയപരമായി പ്രവചിക്കാൻ കഴിയാത്ത തരത്തിലുള്ള ചില മാറ്റങ്ങൾ തുടക്കം മുതൽ തന്നെ നമ്മൾ നിലമ്പൂരിൽ കണ്ടതാണ്. അവസാന വട്ടം എത്തിയപ്പോഴേക്കും പെട്ടി വിവാദം പാലക്കാട് വളരെയധികം ചൂടായി ചർച്ച ചെയ്യപ്പെട്ട വിഷയമായിരുന്നു പെട്ടി വിവാദം, നീലപ്പെട്ടി. എന്നാൽ ഇവിടെയും ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ പെട്ടി പരിശോധിക്കാനും കാർ പരിശോധിക്കാനും തയ്യാറായതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ വരെ വലിയ തരത്തിൽ ചർച്ച ചെയ്യപ്പെടാതെ ചർച്ച ചെയ്തുവെങ്കിലും അത് പിന്നീട് അത് എങ്ങും എത്താതെ പോകുന്നൊരു കാഴ്ചയും നമ്മൾ കണ്ടതാണ്. അത്തരത്തിൽ നിരവധിയായ വിഷയങ്ങൾ ഈ നിയമസഭാ മണ്ഡലവുമായി ബന്ധപ്പെട്ടതും അല്ലാത്തതുമായ വിഷയങ്ങൾ ചർച്ച ചെയ്തു പോയതിനിടയിൽ ജനകീയമായ വിഷയങ്ങൾ എത്ര കണ്ട് വില കൽപ്പിക്കുന്നുവോ ആ വിഷയങ്ങളുമായി ആരാണ് മുന്നോട്ട് പോകാൻ ശ്രമിച്ചത് അവർക്ക് തന്നെയായിരിക്കും, അവരുടെ പക്ഷത്തേക്ക് തന്നെയായിരിക്കും വിജയസാധ്യതകൾ എത്തിച്ചേരുക. നിലവിൽ PV അൻവർ എന്ന ശക്തിയെ നമുക്ക് അങ്ങനെ വില കുറച്ച് എഴുതിത്തള്ളാൻ കഴിയില്ല. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രചരണ പരിപാടികളിലായാലും തന്നെയും അദ്ദേഹത്തിൻ്റെ വാഹന റാലിയിലുമൊക്കെ തന്നെ അല്ലെങ്കിൽ റോഡ് ഷോയിലുമൊക്കെ തന്നെ വലിയ തരത്തിൽ ആളുകളുടെ പങ്കാളിത്തം ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. കാരണം യൂസഫ് പത്താനെ പോലുള്ള ഒരു ക്രിക്കറ്റ് കളിക്കാരനെ നിലമ്പൂരിൽ എത്തിച്ചുകൊണ്ട് അവിടെ ഒരു ടർഫിൽ ആളുകൾക്കൊപ്പം ക്രിക്കറ്റ് കളിച്ച് അതിനുശേഷം അദ്ദേഹത്തെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള റോഡ് ഷോ ഉൾപ്പെടെ സംഘടിപ്പിച്ച PV അൻവറിൻ്റെ ബുദ്ധി അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു നീക്കം നമ്മൾ വില കുറച്ച് കാണാൻ കഴിയില്ല. അപ്പോൾ അത്തരത്തിൽ എല്ലാവർക്കും വഴിമുടക്കിയാകുന്നൊരു സ്വഭാവം PV അൻവറിൻ്റെ ഭാഗത്ത്, BJP പിടിക്കുന്ന വോട്ടുകൾ മറ്റൊരു ഭാഗത്ത്, ഇതിനപ്പുറത്തേക്ക് രണ്ട് പ്രബല ശക്തികളായ LDFും UDFും ഒരുപോലെ മത്സരിക്കാൻ ഇറങ്ങുന്നു എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ എല്ലാ അർത്ഥത്തിലും ഈ തിരഞ്ഞെടുപ്പ് വലിയ തരത്തിൽ ശക്തി ആർജിച്ച തരത്തിലുള്ള പ്രവർത്തനം എല്ലാ മുന്നണികളും ഒരുപോലെ നടത്തി എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം. അജ്ന, ശരി, ഉപതെരഞ്ഞെടുപ്പ്